നമസ്കാരം ഗൈസ്. ചൂടുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടാകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു പരിഹാര മാർഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 2025 ചെറിയ പെരുന്നാളിന് എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 4 പേരുണ്ട് സുഹൃത്തുക്കൾ. അവർ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ എനിക്ക് വന്നപ്പോൾ അവർക്ക് ഈ വീട്ടിലുള്ള ചൂടിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ 4 പേരും എനിക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. അതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവർ വന്ന ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ 3 പേര് നമുക്ക് തന്നത് മാവിൻ്റെ തൈയാണ്. ഒരാൾ നമുക്ക് തന്നത് സപ്പോട്ടയുടെ ഒരു തൈയുമാണ്. അപ്പോൾ ഇതാണ് അതിൽ ഒരു മാവ്. അതിലിതാ മാങ്ങയൊക്കെ ഉണ്ട്, റെഡിയിൽ മാങ്ങ ഉണ്ട്. അപ്പോൾ ഇത് വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റുന്ന ഒരു മാവ്. വിലയുണ്ട് അത്യാവശ്യം. തൈക്ക് തന്നെ 500-500 മുകളിലൊക്കെ വിലയുള്ള തൈകളാണ്. അപ്പോൾ ഇത് അതിലൊരു വെറൈറ്റി മാവായിട്ടുള്ള കാളാപ്പാടി എന്ന് പറയുന്ന ഒരു മാവാണ്. കാളാപ്പാടി എന്നാണ് പറയുന്നത്. എന്ന ഒരു മാവാണ്. ഇത് നിറയെ കായ്കളുണ്ടാവും. പിന്നെ അതുപോലെ വർഷത്തിൽ 2-3 തവണ ഉണ്ടാവും എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കീടങ്ങളുടെ ശല്യം കുറവായിരിക്കും എന്നും പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഈ മാങ്ങയുടെ മുകളിൽ ഒരു പൗഡർ കോട്ടിങ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കീടങ്ങളുടെ ശല്യം കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉയർന്നു പോവാത്ത ബഡ്ഡിങ് തൈ ആയതുകൊണ്ട് തന്നെ ഓവർ വലിപ്പം വെച്ച് പോവാത്ത ഡ്രമ്മിലോ നമുക്ക് നിലത്തോ ഒക്കെ വെക്കാം. അപ്പം ഈ മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ഇത് നിൽക്കുമെന്നുള്ളതാണ്. നമുക്ക് റംബൂട്ടാനോ അങ്ങനെയുള്ള ചില മരങ്ങളൊക്കെ ചൂടുള്ള കാലാവസ്ഥയിൽ ഇല കരിഞ്ഞു പോകുന്ന ഒരു ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മാവ് നല്ല ചൂടും നല്ല ജലസേചനവും ഉണ്ടെങ്കിൽ മാവ് നന്നായിട്ട് കായ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇത് മറ്റൊരു മാവിനമാണ്. ഇതിൻ്റെ പേര് എന്തായിരുന്നു? ഇതിൻ്റെ പേരൊരു വെറൈറ്റി പേരാണ്. എന്തോ ഒരു അമ്മായിയാണ്. അതെ, നാംഡോക്കുമൈ എന്ന് പറയുന്ന ഒരു മാവാണിത്. നാംഡോക്കുമൈ. അത് നല്ല മധുരമുള്ള നല്ല വലിയ കായ്, നല്ല വലിപ്പമുള്ള മാങ്ങയാണ് ഉണ്ടാവുന്നത്. ഇതും ഒരു 2-3 വർഷം കൊണ്ട് കായ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതും അവർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ഇതിനും വിലയുണ്ട് കേട്ടോ. 500-ന് മുകളിൽ വിലയുള്ള തൈയാണ് ഇതെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇതും നമ്മൾ വെച്ചിട്ടുണ്ട്. ഏകദേശം മല്ലികയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ്. ഈ ഒരു ലേശം കൂടെ ഒരു ചുണ്ട് നീണ്ടിട്ടുള്ളൊരു മാങ്ങയാണ് ഇതിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ മാവ് എന്ന് പറയുന്നത് ഇതാ. ഈ മാവിൻ്റെ പേര് കുളമ്പ്. കുളമ്പ് എന്ന് പറയുന്ന മാങ്ങയാണ്. ഇതും ഈ പറയുന്ന പോലെ നല്ല രസമുള്ള ഫ്ലഷൊക്കെ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു മാവിൻ്റെ തൈയാണ്. അപ്പോൾ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റുന്ന 3 മാവിനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് 3ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അവരെ ഓർമ്മക്കായിട്ട് അവർ തന്നിട്ടുള്ളതാണ്. നേരെ ഒരേ ലെവലിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം 4ാമത്തെ ആൾ തന്നത് നമുക്ക് നോക്കാം. ഇതാണ് സപ്പോട്ട. ഇതിൻ്റെ പേര് സപ്പോട്ട തായ് ബനാന സപ്പോട്ടയാണ്. ഏകദേശം 10 സെൻറ്റിമീറ്ററോളം വലിപ്പം വരുന്ന സപ്പോട്ടയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ 4ാമത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇതിന് നമ്മൾ അടിവളമായിട്ട് എല്ലുപൊടിയും പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ അതുപോലെ തന്നെ ചാണപ്പൊടി, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1.5 കിലോയോളം നമ്മൾ ഇതിന് ഓരോ മരത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2-2 കുഴി എടുത്തിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. എന്താണെങ്കിൽ നല്ലോണം വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ. ഭയങ്കരമായിട്ടുള്ള വെയിലിൻ്റെ ഇതുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ തണൽ നമുക്ക് വലിയൊരു ഘടകമായതുകൊണ്ട്
ആണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. ഇതിന് പുറമെ നമ്മുടെ അടുത്ത് ഓൾറെഡി നമ്മുടെ മുറ്റത്ത് നമ്മൾ വെച്ചിട്ടുള്ള ഒരു മാവിനമാണ് ചേലൻ മാവ്. നമ്മൾ നാടൻ ചേലൻ മാവാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഏകദേശം ഒരു കഴിഞ്ഞ വർഷം തുടക്കത്തിൽ തന്നെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ മുറ്റത്തുണ്ട്. അതുപോലെ തന്നെ മല്ലിക എന്ന് പറയുന്ന ഒരു മാവും നമ്മുടെ നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 5 മാവാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത്. മല്ലിക ഏകദേശം നമുക്ക് ഇത് 2 വർഷമായി. എല്ലാ മാവുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെയിലും നല്ല ജലസേചനവും വേണം. നല്ല വെള്ളവും നല്ല വെയിലും ഉണ്ടെങ്കിൽ മാവുകൾ ഏതും കായ്ക്കും. മല്ലിക എന്ന് പറയുന്ന മാവ് വർഷം കൂടുതലെടുക്കും കായ്ക്കാൻ എന്നുള്ള ഒരു അറിവുണ്ട്. ഒരു 4-5 വർഷം അതിന് മുകളിൽ സമയം എടുത്തിട്ടാണ് മല്ലിക എന്ന് പറയുന്നത് കായ്ക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് മാങ്ങ എന്നുള്ളതിലുപരി തണലാണ് വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേനൽക്കാലത്തും ഇപ്പോൾ ഈ 2025 ഏപ്രിൽ മാസത്തിലെ ചൂട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു സമയത്തും മാവ് ഇതുപോലെയാണ് നിൽക്കുന്നത്. നമുക്ക് വെയിലിൻ്റെ ഭയങ്കരം വെയിലാണ്. അപ്പം പിന്നെ അതിനെ തടയിടുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിലടിക്കും. ഒരു സാധനം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ എവിടെയും നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മൾ തുടർന്നുള്ള അപ്ഡേഷൻസ് നമ്മൾ തരാം.